ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് അയലയോ മത്തിയോ ഏത് മീൻ വേണമെങ്കിലും വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു മീഡിയം സൈസിൽ 5 അയലയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് സെയിം മത്തിയിലും ചെയ്യാം. ഇപ്പോൾ എനിക്ക് അയല ആയതുകൊണ്ട് ഞാൻ അയലയിൽ ചെയ്യുന്നതേ ഉള്ളൂ. ഇതേപോലെ നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്ത് ഇതേപോലെ ഒന്ന് വരഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്കുള്ള ഒരു മസാല തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഉള്ള കാശ്മീരി ചില്ലി പൗഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉള്ള മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇത് നല്ലൊരു പേസ്റ്റ് ആക്കി എടുക്കണേ. ഇപ്പോൾ ഇവിടെ കണ്ടോ, നല്ല രീതിയിൽ ഞാനൊന്ന് കുഴച്ച് ഇതേപോലെ നല്ലൊരു തിക്ക് പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് വെള്ളമായി പോകരുത്, ഈ രീതിയിൽ വേണം. ഇനി നമുക്ക് ഓരോരോ മീനിലേക്ക് ഈ അരപ്പ് നല്ല രീതിയിലൊന്ന് തൂത്ത് പിടിപ്പിക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, നമ്മൾ മസാലയൊക്കെ തേച്ച് മീൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഞാൻ മിക്സിയുടെ ഒരു ജാറ് വെച്ചു. ജാറിലേക്ക് ഒരു 7-8 കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുക. ഇതിന് എരിവൊന്നുമില്ല, അതുകൊണ്ട് ഞാനൊരു 7-8 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 7-8 ചെറിയുള്ളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉള്ള പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 5-8 വെളുത്തുള്ളി, തൊലിയോടുകൂടിയുള്ള വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ ഒന്ന് 2ആയിട്ട് കീറിയതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് നല്ല രീതിയിലൊന്ന്, ഒരുപാട് അരഞ്ഞൊന്നും പോകരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ കണ്ടോ, ഇതേപോലെയാണ് ഞാനൊന്ന് ചതച്ചെടുത്തത്. ഈ ഒരു രീതിയിൽ ചതച്ചെടുക്കാവൂ. ഒരുപാട് അരച്ച് പേസ്റ്റ് പോലെ ആക്കി കളയരുത്. നമ്മളുടെ ഈ ഒരു സ്പെഷ്യൽ മസാല ഇതിൽ ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം അടുപ്പിലൊരു പാൻ വെച്ചു. പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ മസാല തേച്ച് വെച്ചിരുന്ന ആ ഒരു മീനില്ലേ, അത് ഇതിലേക്കൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിലൊന്ന് മൊരിയിച്ച് വറുത്തെടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ എല്ലാം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത് ആ സൈഡും നല്ല രീതിയിൽ നിന്നൊന്ന് മൊരിയിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളുടെ മീൻ 2 സൈഡും നല്ല രീതിയിലൊന്ന് മൊരിഞ്ഞ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. കോരി മാറ്റിയതിന് ശേഷം അതേ പാനിലേക്ക് തന്നെ ഞാൻ വീണ്ടും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു കൈപ്പിടിയോളം തേങ്ങാക്കൊത്താണ്, അത് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് നമുക്ക് ഈ തേങ്ങാക്കൊത്തൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, നമ്മുടെ തേങ്ങാക്കൊത്ത് നല്ല രീതിയിലൊന്ന് വഴണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഈ പരുവാകുമ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മളുടെ ആ ഒരു സ്പെഷ്യൽ മസാലയില്ലേ നമ്മൾ ചതച്ചുകൊണ്ട് വന്നത്, അത് നമുക്കിതിലേക്കൊന്ന് മൊത്തത്തിലൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഈ മസാലയുടെ പച്ച ചുവ മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളുടെ ആ ഒരു മസാലയുടെ പച്ച മണമൊക്കെ മാറി റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പിഴുപുളി ഒന്ന് വെള്ളത്തിലിട്ട് നല്ല രീതിയിലൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ളതായിരുന്നു. അത് നമുക്ക് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുക. എന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചൂട് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം പുളി ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം വീണ്ടും നമുക്ക് വേണമെങ്കിൽ കുറച്ച് പുളിയും കൂടെ, അപ്പോൾ എനിക്ക് കുറച്ച് പുളിയുടെ ആവശ്യം കൂടെ ഉണ്ട്. ഞാൻ ബാക്കിയിരുന്ന ആ ഒരു പുളിവെള്ളം മൊത്തത്തിൽ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇവിടെ ഉപ്പും പുളി എല്ലാം ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം എല്ലാം കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു മീനില്ലേ, വറുത്ത മീൻ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ആ ഒരു എണ്ണയോട് കൂടി തന്നെയാണ് ഞാൻ ഈ ഒരു മീൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതേപോലെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് ഇതിൻ്റെ 2 സൈഡിലേക്ക് നമ്മളുടെ ഈ ഒരു മസാലയൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളുടെ ആ ഒരു മസാല മീനിലേക്കൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ലാസ്റ്റിലേക്ക് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്താൽ അടിപൊളി ടേസ്റ്റി ആയിട്ടൊരു വെറൈറ്റി ടേസ്റ്റായിട്ടുള്ള അടിപൊളിയാണ് ചൂട് ചോറ്, ചപ്പാത്തി, അപ്പം എല്ലാത്തിൻ്റെയും കൂടെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റി മീൻ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരിക. അപ്പോൾ ഇതേപോലെ ഒരു പുതുപുത്തൻ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.